Tata titi tututu. Adaba idabi udabubu. Baitum ya ini sukuni. Derbumba ini tambin lamme. Tamronta ini irupulli. Nebetum nun ini warupulli. Tamrumra ini tamrunta ini irupulli. Nebetum nun ini warupulli. Tata titi tututu. Adaba idabi udabubu. Baitum ya ini sukuni. Derbumba ini tambil lamme. Tamrumta ini irupulli. Nabetum nun ini warupulli. ആദ്യത്തെ തായിന രണ്ടാമത്തെ തായിന ശ്രദ്ധയുള്ളത് തത്ത തിത്തി തൊത്തു. അതിൽ ആദ്യത്തെ ശ്രദ്ധ രണ്ടാമത്തെ ശ്രദ്ധയുള്ളത് ആദ്യത്തെ ശ്രദ്ധയുള്ളത് ഏതാണ്? ഏത് തായിനാണ് ശ്രദ്ധയുള്ളത്? രണ്ടാമത്തേനോ ഒന്നാമത്തേനോ ശ്രദ്ധയുള്ളത്? രണ്ടാമത്തേനാണ് ശ്രദ്ധയുള്ളത്. തത്ത തിത്തി തൊത്തു. അദബ ഇദബി ഉദബൂബു. Baitum ya ini sukuni. അപ്പൊ എത്രാമത്തെ അക്ഷരാണ്? സുക്കൂനുള്ള അക്ഷരം നടുവിലുള്ള അക്ഷരാണോ ആദ്യത്തെ അക്ഷരാണോ? ആദ്യത്തെ നോക്കണേ. തമ്മിൽ നോക്കാതെ പെമ്പറന്നോട് പറഞ്ഞിട്ടില്ലേ? നടുവിലുള്ളതാണ്. ഇവിടെ പറഞ്ഞു നടുവിലുള്ളതാണ്. ഏതാണ് നടുവിലുള്ള അക്ഷരാണ് സുക്കൂനുള്ളത്? ഏതാണ്? നടുവില. ബൈത്തും യാ ഇനി സുക്കൂനി. ദർബും ബാ ഇനി തമ്പിൽ ലമ്മ്. ദർബും ബാ ഇനി തമ്പിൽ ലമ്മ്. തമ്പിൽ ലമ്മ് എത്രാമത്തെ അക്ഷരം? മൂന്നാമത്തെ അക്ഷരോ രണ്ടാമത്തെ അക്ഷരോ? ദർബ് എന്നുള്ളതില് മൂന്നാമത്തെ അക്ഷരാണ്. ദർബുൻ അതിൽ മൂന്നാമത്തെ അക്ഷരാണ് എന്ത്? തമ്പില്ലമ്മുള്ള അക്ഷരം. ദർബുംബ ഇനി തമ്പില്ലമ്മ്. തമ്രു എങ്ങനെ പാടിയ? തമ്രും ത ഇനി ഇരുപുള്ളി. തമ്രും തായിന് ഇരുപുള്ളി. രണ്ട് പുള്ളിയല്ലേ? രണ്ട് പുള്ളി എത്രാമത്തെ അക്ഷര? തമ്രുല് ഫസ്റ്റ് അക്ഷരം. ലാസ്റ്റ് അല്ല, ഫസ്റ്റ് അക്ഷരം. തമ്രും തായിന് ഇരുപുള്ളി. അതില് രണ്ട് പുള്ളിയുള്ള ഒരു അക്ഷരം ഉണ്ട്. അതേതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബൈത്തിൽ രണ്ട് പുള്ളിയുള്ള ഒരു അക്ഷരം ഉണ്ട്. അതേതാ അക്ഷരം എന്ന് പറയും? ബൈത്തെന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ ഏത് അക്ഷരത്തിനേക്കാണ് രണ്ട് പുള്ളി ഉള്ളത്? രണ്ട് പുള്ളിയുള്ള അക്ഷരം ഏതാ ബൈത്തുല്? തംജു അല്ല. ബൈത്തില് ഏത് പുള്ളി? ഏതാണ് രണ്ട് പുള്ളിയുള്ള അക്ഷരം? എൻ്റെ അമ്മക്ക് ബൈത്തില് ഒരു പുള്ളിയുള്ള അക്ഷരത്തിന്റെ പേരെന്താ? ബാ എന്ന് പറയണ്ട, ബാ എന്ന് പറഞ്ഞാൽ മതി. ബാ. പിന്നെ ബായിന് ഫത്ത ഇടുമ്പോൾ ബാ എന്നാവും. കിസർ ഇടുമ്പോൾ എന്താവുക? ബി എന്നാവും. ലമ്മിടുമ്പോൾ എന്താവുക? തമ്പിൽ ലമ്മിടുമ്പോൾ എന്താവുക? ബുൻ. അപ്പോ ഇനി തമ്പിൻ കിസർ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല.